നമസ്കാരം. തിരുവനന്തപുരം പേരൂർക്കട ആശുപത്രിയിൽ നിന്ന് പോലീസിനെ വെട്ടിച്ച് ഓടിപ്പോയത് കൊടും ക്രിമിനൽ. 35ഓളം കേസുകളിലെ പ്രതിയാണ് ഓടിപ്പോയ പ്രതി അനൂപ് ആന്റണി. ഓടിപ്പോയ മോഷണക്കേസ് പ്രതിയെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. തിരുവല്ലം പോലീസ് പിടികൂടി പേരൂർക്കട പോലീസിന് കൈമാറിയ ചാക്ക ബാലനഗർ സ്വദേശി അനൂപ് ആന്റണിയാണ് കൈവിലങ്ങുമായി കടന്നത്. ചൊവ്വാഴ്ച വൈകിട്ട് 3 മണിയോടെയാണ് സംഭവം. ഇയാളുടെ രക്ഷപ്പെടലിൽ വലിയ ദുരൂഹതയുണ്ട്. പോലീസിന്റെ സഹായത്തോടെ ഇയാൾ രക്ഷപ്പെട്ടതാണെന്ന വാദം പോലീസ് സജീവമാണ്. തിരുവല്ലം സ്റ്റേഷൻ പരിധിയിലെ വീട്ടിൽ ആക്രമണം നടത്തിയതിനാണ് അറസ്റ്റ് ചെയ്തത്. ചോദ്യം ചെയ്യലിൽ പേരൂർക്കട സ്റ്റേഷൻ പരിധിയിലെ ക്ഷേത്രമോഷണ കേസിലെ പ്രതിയാണെന്ന് തിരിച്ചറിഞ്ഞു. പിന്നാലെ പേരൂർക്കട പോലീസിന് ഇയാളെ കൈമാറി. ഉച്ചയോടെ ദേഹപരിശോധനയ്ക്കായി പേരൂർക്കട ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് പോലീസിനെ വെട്ടിച്ച് പ്രതി ഓടിപ്പോയത്. പേരൂർക്കട പോലീസ് സ്റ്റേഷന് തൊട്ടടുത്താണ് ഈ ആശുപത്രി. സ്റ്റേഷനും ആശുപത്രിക്കും ഒരു മതിലാണ്. ഒരു SIയും 2 സിവിൽ പോലീസ് ഓഫീസർമാരും ഹോംഗാർഡും കൂടെ ഉണ്ടായിരുന്നിട്ടും പ്രതി രക്ഷപ്പെട്ടു. തീർത്തും അസ്വാഭാവികമാണ് കാര്യങ്ങൾ. പോലീസ് സേനയ്ക്ക് ഏറെ നാണക്കേടാണ് ഈ സംഭവം. തിരുവല്ലം വണ്ടിത്തടം സ്വദേശി ഷംലിയുടെ പേരിലുള്ള കാറ് തകർത്തതിനും മകൻ ഷാനിന്റെ ബൈക്ക് തീയിട്ട് നശിപ്പിച്ചതിനെയും തുടർന്നാണ് തിരുവല്ലം പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. തുടർന്നുള്ള ചോദ്യം ചെയ്യലിലാണ് പേരൂർക്കട സ്റ്റേഷൻ പരിധിയിലെ അമ്പലമുക്ക് NCC റോഡ് രാമപുരം പാലംവിള ഇശക്കിയമൻ ക്ഷേത്രത്തിലെ മോഷണ കേസിലെ പ്രതിയാണെന്ന് തിരിച്ചറിഞ്ഞത്. ഈ ക്ഷേത്രത്തിലെ തെളിവെടുപ്പിന് ശേഷം ചൊവ്വാഴ്ച ഉച്ചയോടെ ദേഹപരിശോധനയ്ക്കായി കൈവിലങ്ങിട്ട് ഇയാളെ പേരൂർക്കട ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. ഇതിനിടെ നെഞ്ചുവേദന അനുഭവപ്പെടുന്നതായി പ്രതി പറഞ്ഞു. ഇതിനിടെ ഒരു കൈയിലെ വിലങ്ങ് പോലീസ് അഴിച്ചു. തുടർന്നാണ് പ്രതി ആശുപത്രിയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് അനൂപ്. പ്രതിക്കായിട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ഉടനെ പിടിയിലാകുമെന്നും പേരൂർക്കട പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ മിഥുൻ പ്രതികരിച്ചു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും പോലീസ് പരിശോധന നടത്തി. അമ്പലമുഖ ഭാഗത്തേക്കാണ് പ്രതി രക്ഷപ്പെട്ട് ഓടിയതെന്നാണ് വിവരം. വിലങ്ങ് കയ്യിലുള്ളതിനാൽ തന്നെ പ്രതിക്ക് അധികം മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ലെന്നായിരുന്നു പോലീസ് നിഗമനം. എന്നിട്ടും 2 ദിവസമായി കണ്ടെത്താനായില്ല. ഇയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ പേരൂർക്കട പോലീസിലോ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലോ ബന്ധപ്പെടേണ്ടതാണെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു.